എല്ലാവർക്കും നമസ്കാരം. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് C++ലെ അവസാനത്തെ പാഠം, നമുക്ക് പഠിക്കാനുള്ള അവസാനത്തെ പാഠമായ ഫങ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളെന്നും പറയുന്നത് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ഞാൻ ഈ ക്ലാസ് കൊണ്ടുപോകുന്നത് വളരെ സിമ്പിളാക്കിയിട്ടാണ്. വളരെ ചുരുക്കി അത്യാവശ്യമുള്ള എക്സാം ഓറിയൻറ്റഡ് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോകളിൽ കൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നും ഒഴിവാക്കാതെ തന്നെ പഠിക്കണം എന്നൊരു ആമുഖമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കുന്നു. നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ, ഇതുവരെ നമ്മൾ കുറേ പ്രോഗ്രാംസ് എഴുതിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമുകൾ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ നേരിടുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്തൊക്കെയാണ് ആ ബുദ്ധിമുട്ടുകളെന്ന് നോക്കാം. സപ്പോസ് ഞാനൊരു വലിയ പ്രോഗ്രാം എഴുതി, ഒരു 4-5 പേജുകളിലുള്ള ഒരു പ്രോഗ്രാം എഴുതി. ഈ പ്രോഗ്രാമിൽ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ, ഒന്ന്, ഈ പ്രോഗ്രാമിൻ്റെ വലിപ്പം, സൈസ് വളരെ കൂടുതലാണ് അല്ലേ. സൈസ് കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് എന്ത്? സൈസ് കൂടുന്തോറും പ്രോഗ്രാമിലുള്ള എറേഴ്സിൻ്റെ എണ്ണം കൂടും അല്ലേ. നമ്മൾ ചെറിയൊരു പ്രോഗ്രാം എഴുതി റൺ ചെയ്താൽ തന്നെ നമുക്ക് എറേഴ്സുകളുടെ എണ്ണം കുറച്ച് കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു സെമികോളൻ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ എറേഴ്സിൻ്റെ എണ്ണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ലാർജ് പ്രോഗ്രാം ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ, എറേഴ്സിൻ്റെ എണ്ണം കൂടും. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ ലെങ്ത് കൂടുന്നു, അതുപോലെ എറേഴ്സിൻ്റെ എണ്ണം കൂടുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയും? ആ പ്രോഗ്രാം കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ, അങ്ങനെ പറയാറുണ്ട് നമ്മൾ, കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിലോ കുറച്ച് കോംപ്ലക്സ് ആണെന്ന് പറയും. അപ്പോൾ എന്തുണ്ടാകും? കോംപ്ലക്സിറ്റിയും കൂടും അല്ലേ. അതുപോലെ നമ്മൾ ഒരേ കാര്യത്തിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ ചിലപ്പോൾ വീണ്ടും വീണ്ടും എഴുതേണ്ട സാഹചര്യങ്ങളും ഇത്തരം പ്രോഗ്രാംസിലുണ്ടാകും. ഈ പ്രോഗ്രാംസിനെ നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് എന്നാണ് നമ്മൾ പറയാം. ഇതൊക്കെ ഒരു പ്രൊസീജിയർ നമ്മളിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടാകുന്ന ഒരു പ്രോഗ്രാമാണ്. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുതിയ കൺസെപ്റ്റിലേക്ക് വരുന്നത്. എന്താണ് കൺസെപ്റ്റ് എന്നറിയോ? മൊഡ്യൂളറൈസേഷൻ. മൊഡ്യൂളറൈസേഷൻ, ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് മൊഡ്യൂൾസ്. അപ്പോൾ എന്താണ് നോക്കാം നമുക്ക് മൊഡ്യൂളറൈസേഷൻ. മൊഡ്യൂളറൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ ലാർജ് പ്രോഗ്രാം ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ് ഈസ് കാൾഡ് മൊഡ്യൂളറൈസേഷൻ. ഒരു ലാർജ് പ്രോഗ്രാമിനെ ചെറിയ ചെറിയ സബ് പ്രോഗ്രാംസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? മൊഡ്യൂളറൈസേഷൻ എന്ന് പറയാം. എ ലാർജ് പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ സബ് പ്രോഗ്രാംസ് ഈസ് കാൾഡ് മൊഡ്യൂളറൈസേഷൻ. ഒരു വലിയൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ചെറിയ ചെറിയ മൊഡ്യൂളുകളാക്കി മാറ്റുന്നു. എന്നിട്ടോ ഈ ചെറിയ മൊഡ്യൂളുകൾ നമ്മൾ പ്രത്യേകം പ്രോഗ്രാം കോഡ്സ് എഴുതി, അതുപോലെ അതിനെ കമ്പൈൽ ചെയ്ത് അതിനെ റൺ ചെയ്ത് അതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു. എന്നിട്ട് ഈ എല്ലാ ചെറിയ സബ് പ്രോഗ്രാംസും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ വലിയ പ്രോഗ്രാമിൻ്റെ എഫക്റ്റ്, റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മൊഡ്യൂളറൈസേഷൻ. അതാണ് ഈ പ്രോസസ്സ് നമ്മൾ കാര്യമായിട്ട് നടത്തുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? മൊഡ്യൂളറൈസേഷൻ എന്താണെന്ന് മനസ്സിലായി. ഇതിൻ്റെ ഡെഫിനിഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ലാർജ് പ്രോഗ്രാമിനെ ചെറിയ സബ് പ്രോഗ്രാംസ് ആക്കി മാറ്റി. ഇനി ഈച്ച് സബ് പ്രോഗ്രാംസ് ആർ കാൾഡ് മൊഡ്യൂൾസ് ഓർ ഫങ്ഷൻ. അങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ സബ് പ്രോഗ്രാംസിന് നമ്മൾ പറയുന്ന പേരാണെന്ത്?
ഫങ്ഷൻ എന്ന് പറയും. ഓക്കെ, ഫങ്ഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ഫങ്ഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഈ ഫങ്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് വിൽ പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക്. എന്തെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യാനുള്ള ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫങ്ഷൻ എന്ന് പറയാം. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫങ്ഷൻ ഓർ മൊഡ്യൂൾ, എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് വിൽ പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക്. ഓക്കെ, അപ്പൊ നമ്മൾ മൊഡ്യൂളറൈസേഷൻ എന്താന്ന് പറഞ്ഞു, അതുപോലെ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് എ പ്രോഗ്രാമിംഗ് അപ്രോച്ച് ഇൻ വിച്ച് small programs are created, or we can say that a programming approach in which a large program is divided into small sub programs. This type of programming approach is called modular programming approach. Modular programming approach എന്ന് പറയുന്നത് ഇങ്ങനെ സബ് പ്രോഗ്രാംസ് ആകിട്ട് മൊഡ്യൂളുകളാക്കി മാറ്റിയിട്ട് ഒരു പ്രോഗ്രാമിനെ ചെറിയ ചെറിയ മൊഡ്യൂളുകളാക്കി മാറ്റിയിട്ട് പ്രോഗ്രാം ചെയ്യുന്ന പ്രോഗ്രാമിംഗ് അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് പറയാ? മൊഡ്യൂലാർ പ്രോഗ്രാമിംഗ് അപ്രോച്ച് എന്ന് പറയാ. ഓക്കെ, അപ്പോൾ മൊഡ്യൂലാർ പ്രോഗ്രാമിംഗ്, എ പ്രോഗ്രാമിംഗ് അപ്രോച്ച് ഇൻ വിച്ച് എ ലാർജ് പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ സബ് പ്രോഗ്രാംസ് ഈസ് കാൾഡ് മൊഡ്യൂലാർ പ്രോഗ്രാമിംഗ് അപ്രോച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നമുക്കറിയേണ്ടത് എന്താണ് മൊഡ്യൂളറൈസേഷൻ, എന്താണ് മൊഡ്യൂൾ അല്ലെങ്കിൽ ഫങ്ഷൻ, അതുപോലെ മൊഡ്യൂലാർ പ്രോഗ്രാമിംഗ് അപ്രോച്ച് എന്താണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത കാര്യം, ഇങ്ങനെ മൊഡ്യൂളറൈസേഷൻ നടത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മൊഡ്യൂലാർ പ്രോഗ്രാമിംഗ് അപ്രോച്ചിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്, അല്ല നമുക്ക് എന്തെങ്കിലും നേട്ടം വേണം ഒരു കാര്യം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ മൊഡ്യൂലർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റ്സിലേക്ക് വരാം. നമ്മൾ എന്തൊക്കെയായിരുന്നു ഒരു ലാർജ് പ്രോഗ്രാമിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിരുന്നത്? സൈസ് കൂടുതലാണ്, എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, അതുപോലെ കോംപ്ലക്സിറ്റി കൂടുതലാണ്, ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ എന്തായി? മൊഡ്യൂലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് മാറി. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് നമുക്ക് എന്ത് പറയാം? റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. എറർ ഒക്കർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് എന്ത് പറയാം? ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ, മുകളിൽ പറഞ്ഞ രണ്ട് അഡ്വാൻറ്റേജും ഉണ്ടെങ്കിൽ, മൂന്നാമത്തെ കോംപ്ലക്സിറ്റി ക്യാൻ ബി റെഡ്യൂസ്ഡ്. അതുപോലെ നമുക്ക് എന്തും കൂടി ചെയ്യാം? ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷൻ നമ്മൾ ഒരു കാര്യത്തിന് എഴുതി കഴിഞ്ഞാൽ അതേ ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ഫങ്ഷൻ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ സ്ക്വയർ കാണാൻ ഒരു ഫങ്ഷൻ, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കാണാൻ ഒരു ഫങ്ഷൻ, സ്ക്വയർ കാണാൻ ഒരു ഫങ്ഷൻ നമ്മൾ എഴുതി നോക്കുക. അപ്പോൾ 2ന്റെ സ്ക്വയർ കാണണമെങ്കിൽ ഈ ഫങ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ ഇനി 3ന്റെ സ്ക്വയർ കാണണമെങ്കിലും ഈ ഫങ്ഷൻ തന്നെ മതി. 10ന്റെ സ്ക്വയർ കാണണമെങ്കിൽ ഈ ഫങ്ഷൻ തന്നെ മതി. അപ്പോൾ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇത്രയാണ് മൊഡ്യൂലാർ പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഞാനതൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഒന്നാമത്തത് റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. രണ്ടാമത്തത് റെഡ്യൂസ് ദ എറേഴ്സ് ഓഫ് ദ പ്രോഗ്രാം. ഞാൻ എളുപ്പം പഠിക്കാൻ വേണ്ടി ഞാനൊന്ന് ചുരുക്കി പറഞ്ഞതാ, എല്ലാം ഒരേ രൂപത്തിൽ പറഞ്ഞു എന്നേയുള്ളൂ. മൂന്നാമത്തത് റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ പ്രോഗ്രാം. ആൻഡ് ഫൈനലി ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. ഓക്കെ, 4 അഡ്വാൻറ്റേജ്: റെഡ്യൂസ്, സൈസ്, എറേഴ്സ്, കോംപ്ലക്സിറ്റി. 3 ഒറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. മറക്കില്ലല്ലോ, ഒരിക്കലും മറക്കരുത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് എന്തെങ്കിലും ഉണ്ടോ? ഡീമെറിറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ മൊഡ്യൂളുകളാക്കി മാറ്റുമ്പോൾ
നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ മൊഡ്യൂളുകളാക്കി മാറ്റുന്നിടത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ റിസൾട്ട് തന്നെ മാറിപ്പോകും. ഓക്കെ, അപ്പോൾ ദ ബ്രേക്കിംഗ് ഇൻ ടു മൊഡ്യൂൾസ് ഈസ് എ ചലഞ്ചിങ് ടാസ്ക്. മൊഡ്യൂൾസുകളാക്കി മാറ്റുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ടാസ്ക്കാണ്. അതാണ് ഇതിൻ്റെ ഡീമെറിറ്റ്. ബ്രേക്കിംഗ് ഇൻ ടു മൊഡ്യൂൾസ് ഈസ് എ ചലഞ്ചിങ് ടാസ്ക്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞു? മൊഡ്യൂലാർ പ്രോഗ്രാമിംഗ്, അതുപോലെ മൊഡ്യൂലാർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് പറഞ്ഞു, മൊഡ്യൂലറൈസേഷൻ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ഫങ്ഷൻ അല്ലെങ്കിൽ മൊഡ്യൂൾ എന്താണെന്ന് പറഞ്ഞു, മൊഡ്യൂലാർ പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും പറഞ്ഞു, അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസും പറഞ്ഞു, അതിന് ഡീമെറിറ്റും പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്, നിങ്ങൾക്ക് എഴുതി വെക്കാം. ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് ഒരുങ്ങുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.